ഈ വീഡിയോ കാണുന്ന എല്ലാ അധ്യാപകർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് LP-UP ഇൻ്റർവ്യൂ 2025 ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായും എല്ലാ അധ്യാപകർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും. ആദ്യം തന്നെ അധ്യാപകർ മനസ്സിലാക്കേണ്ടത് ഇൻ്റർവ്യൂ പാനൽ വളരെ കൂളായിരിക്കും. ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്നവർ വളരെ കൂളായിരിക്കും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, പാനൽ നല്ല കൂളായിട്ടാണ് നമ്മളോട് സംസാരിക്കുക. നമുക്ക് ചോദ്യത്തിന് ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ ഉത്തരം പറയുക, അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, സോറി എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുക എന്നുള്ളതാണ്. അവിടെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചോദിച്ചിട്ടുള്ള ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ആ ചോദ്യങ്ങളും ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. ആ ചോദ്യങ്ങൾ തന്നെ ചോദിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ബയോഡാറ്റയുമായി ബന്ധപ്പെട്ടതായിരിക്കും. തീർച്ചയായും നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെ അവർ ചോദിക്കുന്നുള്ളൂ. അഥവാ ഒന്നോ രണ്ടോ ഉത്തരം പറഞ്ഞില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അധ്യാപകർ ബോർഡിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അധ്യാപകർ ബോർഡിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നമുക്ക് അറിയുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് പാനൽ നോക്കുന്നുള്ളൂ. നമ്മൾ ആൻസർ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ 1-2 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അടുത്ത ചോദ്യം നമ്മളോട് ചോദിക്കും. ഒരുപാട് ആൻസറൊന്നും പറയേണ്ടതായിട്ടില്ല. അപ്പോൾ 1-2 പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ബോർഡിൽ എഴുതുന്ന സമയത്ത് വലുതാക്കി എഴുതണം എന്നുള്ളതാണ്. കാരണം എന്താ, ക്ലാസ്സിൽ ഏറ്റവും പുറകിലിരിക്കുന്ന കുട്ടികൾക്ക് വരെ കാണണം. ചിലപ്പോൾ കാഴ്ചക്കുറവുള്ള കുട്ടികൾ ഉണ്ടാവാം. അവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ അക്ഷരങ്ങൾ വലുതാക്കി എഴുതുക. പിന്നെ പ്രധാന പോയിന്റുകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് എഴുതുക. പിന്നെ കുട്ടികളെ മറഞ്ഞു നിന്ന് എഴുതാതെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് കുട്ടികളുടെ അറ്റൻഷൻ ബോർഡിൽ എപ്പോഴും കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് പറയാൻ കഴിയും. ജസ്റ്റ് ഒന്ന് ചോദ്യം പറഞ്ഞു എന്ന് മാത്രം. ഇനി രണ്ടാമത്തെ ചോദ്യം, സ്കൂൾ അസംബ്ലിയുടെ പ്രാധാന്യം എന്താണ്? അതുപോലെ തന്നെ അസംബ്ലിയുടെ ഓർഡറും ചോദിക്കാം. ഓക്കെ, അസംബ്ലിയുടെ ഓർഡർ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അസംബ്ലിയിൽ പിന്നെ നമുക്ക് അതിനകത്ത് അന്നത്തെ ദിവസത്തെ പ്രത്യേകതയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അസംബ്ലിയിൽ നടത്താം അല്ലേ. അപ്പോൾ എല്ലാ പോയിന്റുകളും പറയാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവസാനം നാഷണൽ ആന്തം പാടിയിട്ടാണ് നമ്മുടെ അസംബ്ലി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നാഷണൽ ആന്തം ആലപിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിക്കാം. എന്തിനാണ് നാഷണൽ ആന്തം പാടുന്നത്? ദേശീയ ബോധം കുട്ടികളിൽ ഉടലെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കും. അടുത്തൊരു ചോദ്യമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത്. 1990 ഉൾച്ചേർന്ന വിദ്യാഭ്യാസം വന്നിട്ടുള്ളത്. എന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം? സമപ്രായക്കാരായ സാധാരണ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ഭിന്നശേഷിക്കാരായവരും ഒരു ക്ലാസ് മുറിയിൽ ഒരുമിച്ചിരുന്ന് പഠനം നടത്തുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഭിന്നശേഷിക്കാരെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഭിന്നശേഷിക്കാരായിട്ട് വരുന്നവർ? 2 പോയിന്റുകളൊന്ന് പറയാം. കാഴ്ചക്കുറവുള്ളവർ, ഭേദമായ കുഷ്ഠരോഗമുള്ളവർ അല്ലേ, പിന്നെ ചലന പരിമിതിയുള്ളവർ, അങ്ങനെ 1-2 പോയിന്റുകളൊക്കെ പറയാം. ഇവിടെ തന്നെ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യനാണ്, എന്തിനാണ് ഇത്തരം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിച്ചാൽ പോരെ? സമപ്രായക്കാരോടൊപ്പം എന്തിനാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം കൊടുക്കേണ്ട ആവശ്യകത എന്താണെന്നുള്ളൊരു ചോദ്യം വരാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഒരിക്കലും നല്ലതല്ല എന്നുള്ള പോയിന്റ് നമ്മൾ അവിടെ പറയരുത്. എന്താ പറയണ്ടേ, എല്ലാ വിവേചനവും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെരുമാറ്റത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതുപോലെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ്. അത് ആർക്കും, ഭിന്നശേഷിക്കാർക്കും അവരുടെയും കൂടെ അവകാശമാണെന്നുള്ളതിൽ. പിന്നെ സ്കൂൾ പ്രവർത്തനങ്ങളിൽ സാമൂഹിക ഇടപെടൽ പരസ്പര പൂരകമായി നടക്കുന്നതിനാൽ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പുരോഗതി വേഗത കൂടുന്നു എന്നുള്ളത്. അപ്പോൾ അവർ സ്പെഷ്യലായിട്ടുള്ള സ്കൂളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പുരോഗതി കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതും. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം മൂലം
ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാനും ഒക്കെ അവരുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഉത്തരമായിട്ട് പറയേണ്ടത്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മലയാളത്തിലെ അക്ഷരമാലകളിൽ എത്ര അക്ഷരമുണ്ട്? എത്ര അക്ഷരങ്ങളാണുള്ളത്? 56 അക്ഷരങ്ങളാണ് അല്ലേ? അതിൽ 15 സ്വരാക്ഷരങ്ങളും 41 വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. അപ്പം അതൊക്കെ ഓർത്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യവും വളരെ ലളിതമാണ് അല്ലേ? എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റുന്നതാണ്. എങ്കിലും ലളിതമാണെങ്കിൽ പോലും നമ്മൾ ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ പാനൽ വളരെ കൂളായിരിക്കാം, എങ്കിലും നമ്മുടെ അടുത്തേക്ക് അനാവശ്യമായിട്ട് വരുന്ന ഒരാളാണ് ടെൻഷൻ. അതുകൊണ്ട് തന്നെ പല ഉത്തരങ്ങളും ശരിയായ രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരാറില്ല. എല്ലാവർക്കും അല്ല, ചിലവർക്ക്. അപ്പം അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് പോയിൻ്റുകളൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.